വെൽക്കം ടു എയർലിങ്ക് കാസിൽ. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള എയർലിങ്ക് കാസിൽ പൊതുവെ എല്ലാവർക്കും തന്നെ അറിയാം. ഞങ്ങളിവിടെ വളരെയധികം സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതാണ്. ഒത്തിരി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നൊരു ഹോട്ടൽസാണ്. സാധാരണ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ വളരെ സുപരിചിതമാണ് ഈ ഹോട്ടൽ. എൻ്റെ പേര് രാജേഷ്, ഞാനിവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ജസ്റ്റ് ഐ ജോയിൻ ഹിയർ ബിഫോർ 3 months. സോ നമ്മൾ ഇന്നിപ്പോൾ തുടങ്ങുന്നത് ഒരു സ്റ്റാർട്ടർ വെച്ചിട്ടാണ്. നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ ഒരു ചൈനീസ് സ്റ്റാർട്ടറാണ്. മെയിൻലി പ്രോൺ ടോസ്റ്റ്. നമുക്ക് അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ചോപ്പ് പ്രോൺ, ബ്രെഡ് സ്ലൈസസ്, ദെൻ സെല്ലറി, ഗാർലിക് ആൻഡ് ചോപ്ഡ് ഓണിയൻ, ചോപ്ഡ് ജിഞ്ചർ, salt, pepper powder, egg and some oil for frying. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടാക്കാം. പുട്ട് സം ഓയിൽ. ഇത് സാധാരണ നമുക്ക് വീട്ടിലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. ഹോട്ടലിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് പല ആൾക്കാർക്കും വീട്ടിൽ ഇത് സ്വന്തമായിട്ട് ചെയ്യാം. ഇത് സ്റ്റാർട്ടപ്പ് വിത്ത് സം ചോപ്പ് പ്രോൺസ്, ദെൻ വി വിൽ ആഡ് ചോപ്ഡ് ഓണിയൻസ്, ചോപ്ഡ് ജിഞ്ചർ 1 teaspoon, ഗാർലിക്, സം സെലറി. ഇതിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇതിലധികം കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. സം സാൾട്ട്, സം പെപ്പർ പൗഡർ. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിക്കാം. ഒരു മുട്ട ഫുൾ നമുക്ക് ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രമുള്ള ഒരു മുട്ട നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലവണ്ണം ഇത് മിക്സ് ചെയ്യുക. ഇപ്പം ഞാൻ ചേർത്തത് മുട്ടയാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഇത് ബ്രെഡ് സ്ലൈസാണ്. ഇത് ഞാൻ ഈ ഷേപ്പിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിൽ ചെയ്യാം. ഈ ബ്രെഡിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഈ ബ്രെഡിന് മുകളിൽ ഇതിനെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. പ്രോൺസ് തീരെ ചെറുതാക്കാം, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താലും പ്രശ്നമില്ല. ഇനി അടുത്ത ഫ്രൈയിങ് പ്രോസസ്സാണ് നടക്കാനുള്ളത്. നല്ലവണ്ണം ചൂടായി കഴിഞ്ഞു നമുക്കിതിനെ ഓയിലിലേക്ക് ഇടാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. ഇത് സാധാരണ കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടറാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പണി ഏകദേശം തീർന്നിരിക്കുകയാണ്. നമുക്കിതിനെ ഒരു നാപ്കിൻ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് സാധാരണ കുറച്ച് ഇതാണ് മെയിനായിട്ട് നമ്മൾ ചൈനീസിലെ ഒരു സ്റ്റാർട്ടറാണ്. ഇതിന് നമ്മൾ പ്രോൺ ടോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നു. ഇതിനെ നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ചൈനീസിൽ ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോൺ ടോസ്റ്റ്. ചൈനീസിൽ മെയിനായിട്ട് വരുന്ന നല്ലൊരു സ്റ്റാർട്ടറാണ്. നിങ്ങൾക്കിത് എവർക്കും വീട്ടിൽ ട്രൈ നോക്കാം. ഇനി അവർക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് എയർലിങ്ക് കാസിലേക്ക് സ്വാഗതം. ഞാൻ ഏത് സമയത്തും ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്കിത് ചെയ്തു തരാൻ ഞാൻ ഏത് സമയത്തും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതിനുശേഷം റിസൾട്ട് നല്ലതാണോ എന്ന് നോക്കുക. ഇനി ഇൻ കേസ് നിങ്ങളുടെ റിസൾട്ട് ഫെയിൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഇവിടെ ഒന്ന് നല്ലവണ്ണം ഞാൻ സെർവ് ചെയ്യാം. ടേസ്റ്റ് നോക്കാം.